സോഫ്റ്റ് ഡ്രിങ്കുകൾ പലരുടെയും വീക്ക്നെസ് ആണ്. അത് വാങ്ങാനായി ഒരു കടയിലെത്തിയാൽ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരേ വലിപ്പത്തിലുള്ളതും വിവിധ നിറങ്ങളിലുള്ളതും വിലയിലുള്ളതുമായ സോഫ്റ്റ് ഡ്രിങ്കുകളായിരിക്കും. വില കുറവുള്ള വസ്തുക്കളോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം മുന്നിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വില കുറവുള്ളതിനെ തിരഞ്ഞെടുക്കാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്നു. വില കുറയുന്നതിനനുസരിച്ച് ആ സാധനങ്ങൾക്ക് ഡിമാൻഡും കൂടുതലായിരിക്കും. പ്രൈസ് നോക്കി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു സാധനം വാങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് വിപണികളിൽ വിലക്കുറവിൽ ലഭിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളെ കുറിച്ചുള്ള ആശങ്ക ഐക്യരാഷ്ട്രസഭ പങ്കുവയ്ക്കുന്നത്. ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ യുവാക്കളിലും പ്രത്യേകിച്ച് കുട്ടികളിലും പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ എന്നീ കേസുകൾ വർദ്ധിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെന്നും UN വ്യക്തമാക്കുന്നു. കുറഞ്ഞ വിലയാണ് ആളുകളെ ചീപ്പ് റേറ്റഡ് വസ്തുക്കളിലേക്ക് ആകർഷിക്കുന്നത്. വിലക്കുറവിൽ കിട്ടുന്ന ഇത്തരം പാനീയങ്ങൾ തുടർച്ചയായി കഴിക്കുന്നത് കാരണം ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കും. കുറഞ്ഞത് 116 രാജ്യങ്ങളിലെങ്കിലും സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് കൃത്യമായ നികുതി ചുമത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അവയിൽ പലതും സോഡകളാണ്. 100% ജ്യൂസുകൾ, മധുരമുള്ള പാൽപാനീയങ്ങൾ, റെഡി ടു ഡ്രിങ്ക് കോഫി, ചായ തുടങ്ങിയവ പഞ്ചസാരയുടെ അളവ് ഉയർന്ന തലത്തിലുള്ളതും മറ്റു പല ഉൽപ്പന്നങ്ങളും നികുതിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. 97% രാജ്യങ്ങളും എനർജി ഡ്രിങ്കുകൾക്ക് നികുതി ചുമത്തുന്നുണ്ടെങ്കിലും 2023 അവസാന ആഗോള റിപ്പോർട്ടിന് ശേഷം ഈ കണക്ക് കൈമാറിയിട്ടില്ലെന്നും UN സൂചിപ്പിക്കുന്നു. സോഫ്റ്റ് ഡ്രിങ്കുകളുടെ കാര്യം പറയുന്നതിനൊപ്പം മറ്റ് പല രാജ്യങ്ങളിലും കണ്ടുവരുന്ന മദ്യത്തിന്റെ വിൽപ്പനയെയും UN ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ഒരു റിപ്പോർട്ട് കാണിക്കുന്നത് കുറഞ്ഞത് 167 രാജ്യങ്ങളെങ്കിലും മദ്യത്തിന് നികുതി ചുമത്തുന്നുണ്ടെന്നും 12 രാജ്യങ്ങൾ മദ്യം പൂർണ്ണമായി നിരോധിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു. വ്യക്തമായ ആരോഗ്യ അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും യൂറോപ്പിൽ കുറഞ്ഞത് 25 രാജ്യങ്ങളിലെങ്കിലും വൈനിന് നികുതി ചുമത്തിയിട്ടില്ലെന്നതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യരുടെ ആരോഗ്യകരമായ ഭാവിയെ ഓർത്ത് ഉൽപ്പന്നങ്ങളെ കൂടുതൽ ചെലവേറിയതാക്കുന്നത് അവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിൽ വളരെ ഫലപ്രദമായ ഒരു രീതിയാണെന്ന് UN ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യരുടെ ആരോഗ്യത്തെ എത്രയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞാലും ഇത്തരം സോഫ്റ്റ് ഡ്രിങ്കുകളെ പാടെ ഒഴിവാക്കാൻ പലർക്കും സാധിച്ചെന്ന് വരില്ല. വില കൂടിയാലും നല്ല സോഫ്റ്റ് ഡ്രിങ്കുകൾ വാങ്ങി കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം അതല്ലേ നമുക്ക് വലുത്.